ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ് ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ ചാനൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടൊരു ലോങ് വീഡിയോ ഇല്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റത്തെ ഒരു ലോങ് വീഡിയോ ആണ്. സോ അപ്പം ഫസ്റ്റത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള കുറേ മിസ്റ്റേക്സ് ഒക്കെ ഈ വീഡിയോയിലുണ്ടാവും. ബട്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളിന്ന് ഗേൾസ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. തന്നെ വൺ ഡേ ട്രിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധനമൊന്നും എടുക്കുന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇതാണ്ട് ഈ ഒരു ബാഗിന് കൊള്ളുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇന്ന് പോയിട്ട് നാളെ രാവിലെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേക്ക് എത്തും. അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് ചെയ്യുന്നത്. അപ്പം അത്യാവശ്യം വേണ്ട ഡ്രസ്സും കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ. ഉച്ചയ്ക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം ഇന്നില്ല. കാരണം എനിക്കിന്ന് ബാങ്കിലെല്ലാം പോകാൻ വേണ്ടിയിട്ടുണ്ട്. ബാങ്കിലെല്ലാം പോയിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. സമയമുണ്ട്, എന്നാലും കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം ഇന്ന് നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ പോകുമ്പം കോളേജിൽ നിന്നൊക്കെ പോയിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പം ശരിക്കും നല്ല എക്സൈറ്റഡ് ആണ്. ആൻഡ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പോയിട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ആൻഡ് ഞാൻ പോകുമ്പോൾ തന്നെ വീഡിയോസ് എടുക്കുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ശരിക്കും നന്നായിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സോ ഗൈസ് ഇപ്പം പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാം പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബാഗെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ നേരെ ഇപ്പം ഒന്നിച്ചല്ല പോകുന്നത്. ഇപ്പം ഞാൻ വാഴത്തുമ്പലോട്ടാണ് പോകുന്നത്. അവിടെ നിന്ന് ബസ് കയറിയിട്ട് നടുവിലെത്തിയിട്ട് അവിടെ നിന്നാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് പോകാൻ വേണ്ടി നിൽക്കുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പം ഞാനും അവളും കൂടെ ഒന്നിച്ചാണ് നടുവിലോട്ട് പോകുന്നത്. അപ്പം നമ്മളവിടെ എത്തുമ്പോഴേക്കും ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് ഒന്നിച്ച് വണ്ടിയിലാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്ന സ്ഥലത്തോട്ടേക്ക് പോകുന്നത്. അപ്പം ബാക്കിയെല്ലാം പോകുന്ന വഴിക്ക് ഇങ്ങനെ പറയാം. ഓക്കെ, ഞാനും നന്ദനയും കൂടെ ഒന്നിച്ച് ബസ്സിനാണ് നടുവിലോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി കടയിൽ പോയി. അപ്പോൾ ഞങ്ങൾ കടയിൽ പോകുന്ന സമയം കൊണ്ട് ബാക്കി എല്ലാവരും അവിടെ എത്തി. ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷേ പോകാൻ എക്സൈറ്റഡ് ആണോ? പാറു എക്സൈറ്റഡ് ആണോ? നന്ദു ട്രിപ്പിൾ എക്സൈറ്റഡ്. കാറ് കയറുന്നില്ല, ഞങ്ങളെ കയറുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി ഗൈസ്. ഞങ്ങൾ വേറെ എവിടെയല്ല പോയത്, പാലക്കന്തേട്ട് റിസോർട്ടിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ എത്തി. ഞങ്ങൾ നേരെ പോകുന്നത് റൂമിലോട്ടാണ്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗൈസ്. ഞങ്ങളിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ബാക്കി എല്ലാവരും അവിടെ പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പൈസ അടയ്ക്കുന്നു, പേ ചെയ്യുന്നില്ല ഗൈസ്. ഇതാണ് നമ്മുടെ റൂം ഗൈസ്. നോക്ക്, പൈസ എങ്ങനെയുണ്ട്? എക്സൈറ്റഡ് ആണോ? കീറു പറ, എക്സൈറ്റഡ് ആണോ? ഛർദിച്ച് കൊളാക്കി. മൂഡ് പോയി. കറണ്ടില്ല ഇവിടെ. കറണ്ട് ഞങ്ങളെ ചതിച്ചു. പാറു എന്തേ? നമ്മളങ്ങനെ റൂമിലെത്തി. ഒരുങ്ങുവാണ് ഗൈസ് പുറത്തു പോകാൻ വേണ്ടിയിട്ട്. ആടി അമേരിക്കയിൽ നൂഡിൽസ് കഴിക്കാൻ പോയപ്പോ നന്ദു വീട്ടിൽ പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ. കീറ് കുറച്ച് ഗ്യാപ്പ് വരും. കഴിച്ചു നോക്ക്. സ്പ്രേ ഒക്കെ അടിച്ച് ഇങ്ങോട്ടാ കീറ്. സോറി പാറു, കുറച്ച് ഇങ്ങോട്ടും. എനിക്കും ഗൈസ്. നമ്മളിപ്പോൾ താഴത്തെ കുറച്ച് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ബാക്കി എല്ലാവരും ഇതിൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് നമുക്ക് സെറ്റാക്കാം ഗൈസ്. അത് തന്നെ അവിടെ വലിയ ഊഞ്ഞാലുണ്ട്. നല്ല ചെറുതായിട്ട് തണുപ്പെല്ലാം ഉണ്ടല്ലേ, ചെറിയൊരു തണുപ്പെല്ലാം ഉണ്ട്. വാക്കുകളില്ല. ഞങ്ങൾ വൈകിട്ടാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എങ്ങനെയുണ്ട്? നല്ല വൈബുണ്ട്. രാത്രിക്ക് ഇനി ബാക്കി പറഞ്ഞുതരാം. നമ്മളിപ്പോൾ മുകളിലത്തെ കുറച്ച് വ്യൂസ് കാണാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് സ്റ്റെപ്പ് കൂടുതലാണ്. പ്രതീക്ഷയിലും കുറച്ച് കൂടുതൽ സ്റ്റെപ്പാണ്. സോ ഗൈസ് ഇവിടുത്തെ വ്യൂസ് കുറച്ച് കാണിച്ചു തരാം. വാവ്,
വാവ്. റിസോർട്ടിലെ ആംബിയൻസ് ശരിക്കും നല്ല സൂപ്പർ ആംബിയൻസ് ആയിരുന്നു. അതിനേക്കാൾ സൂപ്പറായിരുന്നു അവിടുത്തെ പൂള്. അത്യാവശ്യം നല്ല വലിയ പൂളാണേ. ചായ മൂട് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി പോവാം. പക്ഷേ നമുക്ക് ക്യാപ്പ് ഒക്കെ വൈശു പറ, പൂൾ എങ്ങനെയുണ്ട്? അടിപൊളി പൂളായിരുന്നു. സൗണ്ട് പോയി അതുകൊണ്ട്. അക്ഷയ എങ്ങനെയുണ്ട്? പൂള് അടിപൊളിയായിരുന്നു. റൂം അതിനേക്കാളും അടിപൊളിയാണ്. ഒന്നും പറയാനില്ല. നന്ദു എനിക്കത് അഭിപ്രായമുള്ളൂ. പൂളും അടിപൊളി, റൂം അടിപൊളി, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ്. അതുകൊണ്ടല്ലേ സെൽഫി ഇട്ടിരിക്കുന്നത്. പാറു കുറച്ച് ബിസിയാണ് ഗൈസ്. സൂപ്പർ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പൂളാണെങ്കിൽ സൂപ്പർ ആയിരുന്നു അല്ലേ? ഭയങ്കര തണുപ്പ്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇപ്പം സ്വെറ്റർ ഇട്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് പല്ല് വരെ കോച്ചി പിടിക്കുന്നു. എല്ലാരും ഇവിടെ വരണം, അടിച്ചു പൊളിക്കാം. എല്ലാരും പൂളിൽ കളിക്കണം. അതന്നെ, ചില്ലാക്കണം. അതുപോലെ നല്ലൊരു നല്ലൊരു ക്ലൈമറ്റ്. ഞാൻ പറയണ്ടേന്ന് അറിയില്ല, വാക്കുകളില്ല. നോ വേർഡ്സ്, നോ വേർഡ്സ്. ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഓഡിയോ വേറെ ഇടുവോ? യേശുവിന് ഭയങ്കര സ്നേഹം വിളമ്പത്തിന്. സോ ഗൈസ്, നമ്മളിപ്പം കിടക്കാൻ വേണ്ടി പോവാം. 2 ബെഡും കൂടെ അടുപ്പിച്ചാക്കിയിട്ടുണ്ട്. വെട്ടിയിട്ട പോലെ കിടക്കുന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്കാർ വരുന്നേ ഉള്ളൂ. നമ്മൾ ഇറങ്ങേണ്ട സമയമായി. വിഷമാവുന്നു. അക്ഷയ്ക്ക് എങ്ങനെയുണ്ട്? നന്ദുവിനോ? വൈശുവിനോ? പോണ്ടായിരുന്നല്ലേ? പാറുവിനോ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോണ്ട സമയമായി. എല്ലാവരും ഇതാണ്ട് ഒരുങ്ങി പോവാൻ വേണ്ടിയിട്ട്. പാറു ഹലോ. അക്ഷയ പോകാൻ വേണ്ടി റെഡിയായല്ലേ? ഭയങ്കര സങ്കടമുണ്ട്, ബട്ട് പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും ഭയങ്കര സങ്കടം. വണ്ടി കിട്ടാത്തത് കൊണ്ട് കോട്ടയിലാണ് പോകുന്നത്. പക്ഷെ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. പാറ എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിട്ടുണ്ട്.